ക്രിസ്തുമസ് രാവിനെ ഉല്ലാസകരമാക്കാൻ കരോളും സൈക്കിൾ റൈഡും ഒരുക്കി കർമ്മ ക്ലബ് പ്രവർത്തകർ. മലപ്പുറം, തൃശൂർ, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൈക്കിൾ റൈഡ് കൂട്ടായ്മയായ കർമ്മ സൈക്കിൾ ക്ലബ്ബാണ് ക്രിസ്തുമസ് ആഘോഷവും സൈക്കിൾ റൈഡും സംഘടിപ്പിച്ചത്. ക്ലബ് അംഗങ്ങളായ 50ഓളം സൈക്കിൾ റൈഡേഴ്സ് ആണ് എടപ്പാളിൽ നിന്ന് കുന്നംകുളം വരെയുള്ള സൈക്കിൾ റൈഡിൽ പങ്കെടുത്തത്. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെ എടപ്പാൾ എമിറേറ്റ്സ് മാളിൽ നിന്ന് ആരംഭിച്ച റൈഡ് ചങ്ങരകുളം SI പ്രദീപ് കുമാർ, ഡോക്ടർ മുഹമ്മദ് ജാവീദ് എന്നിവർ ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. ലഹരിയിൽ നിന്ന് എല്ലാവരും വിമുക്തി നേടുക, ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമ്മൾ മുക്തി പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അടുത്തതായി 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമ്മുടെ ക്ലബിലേക്ക് അട്രാക്ട് ചെയ്യാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമസ്കാരം. ഇത് കൂടുതൽ സംസാരിക്കാറൊന്നും എനിക്കറിയില്ല, എന്നാലും പറയാറ് ഞാൻ വന്നപ്പോൾ ആദ്യം കണ്ടത് ഹെൽമെറ്റാണ്. ഈ ഹെൽമെറ്റ് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പോയത് എൻ്റെ മകൻ റോളർ സ്കേറ്റിങ്ങിൻ്റെ നാട്ടുപേരാണ്. അവൻ സ്ഥിരം വീട്ടിൽ കൊണ്ടുപോകുന്നതായിട്ടുള്ളൊരു ആനാണ്. പക്ഷേ ഇത് വലിയൊരു സംഭവം. എൻ്റെ പിന്നിൽ കാണുന്നത് സൈക്ലിംഗ് ഒരു വലിയൊരു സംഭവം. ഞാനത് മനസ്സിലാക്കുന്നത് കാരണം എൻ്റെ മകൻ അവൻ്റെ ഒരു ഞാൻ വാങ്ങിക്കൊടുത്ത ഒരു 40,000 രൂപയുടെ ഒരു സൈക്കിളുണ്ട്. അവനൊറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവൻ പോയി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വേണ്ട സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തു. അതിനുശേഷം തിരുവനന്തപുരം പോകണമെന്ന് പറഞ്ഞു. അവൻ തിരുവനന്തപുരം പോയി തിരിച്ചു വന്നു. ഒറ്റയ്ക്ക് പോലും കേട്ടോ, വേറെ ടീമിൻ്റെ ഇതിലൊന്നുമല്ല പോയത്. അപ്പോൾ എനിക്ക് അതൊരു ഇൻസ്പിറേഷനാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് സൈക്ലിങ് എനിക്ക് വലിയൊരു താല്പര്യമുള്ള സംഭവമാണ്. ഈ എല്ലാ ചെറിയും കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മകനെ കൊണ്ട് ചെയ്യിക്കണമെന്നുള്ള താല്പര്യം. അതിൽ മകനെ കൊണ്ട് ചെയ്യിച്ച് വിജയിച്ച വെച്ചതാണ്. എമിറേറ്റ്സ് മാളിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷ ചടങ്ങിൽ ക്ലബ് അംഗങ്ങൾക്ക് പുറമെ മറ്റ് പ്രമുഖ വ്യക്തികളും പങ്കെടുത്തു. ഭാരവാഹികളായ ഷിജിത്ത് ചന്ദ്രൻ ചുങ്കത്ത, സന്ദേശ് ചേന്നംകുളത്ത്, റെജി മോഹൻ, സന്തോഷ് മേനോൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സംസ്ഥാന പാതയിലൂടെ സഞ്ചരിച്ച റൈഡ് കുന്നംകുളം ആർത്താറ്റ് പള്ളിയിലും കുന്നംകുളം പോലീസ് സ്റ്റേഷനിലും സന്ദർശനം നടത്തി തിരിച്ച് എടപ്പാളിലെത്തിയാണ് സമാപിച്ചത്.